ചാനൽ ചർച്ചയിൽ മുൻ മന്ത്രിയും സിപിഐഎം നേതാവുമായ പി കെ ശ്രീമതിക്കെതിരെ നടത്തിയ അഴിമതി ആരോപണത്തിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച ബി.ജെ.പി. നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൃത്യമായ തെളിവില്ല എന്ന് തനിക്ക് മനസ്സിലായതായും പി കെ ശ്രീമതിക്കുണ്ടായ മാനസിക വിഷമത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വസ്തുതകൾ മനസ്സിലാക്കാതെ വ്യക്തിപരമായി ചാനൽ ചർച്ചകളിൽ നടത്തുന്ന അധിക്ഷേപങ്ങൾ ഭൂഷണമല്ല എന്നായിരുന്നു പി കെ ശ്രീമതിയുടെ പ്രതികരണം. 2018 ജനുവരി 25 ചാനൽ ചർച്ചയിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നായിരുന്നു പി കെ ശ്രീമതിയുടെ പരാതി. കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ ആശുപത്രികളിലേക്ക് മരുന്നുകളും മറ്റ് ആവശ്യ വസ്തുക്കളും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ബി ഗോപാലകൃഷ്ണൻ പി കെ ശ്രീമതിക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചത്. ഇത് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നും പ്രസ്താവന പിൻവലിക്കണമെന്നും പി കെ ശ്രീമതി ആവശ്യപ്പെട്ടിരുന്നു. പ്രസ്താവന പിൻവലിക്കാതെ വന്നതോടെയാണ് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. തുടർന്ന് കേസ് ഹൈക്കോടതിയിലെത്തി. മധ്യസ്ഥതയിലൂടെ ഒത്തുതീർപ്പാക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി മുന്നോട്ട് വെച്ചതോടെയാണ് ഗോപാലകൃഷ്ണന്റെ ഖേദപ്രകടനം. അന്തരിച്ച MLA പി ടി തോമസ് നടത്തിയ പരാമർശം താൻ ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ആരോപണങ്ങൾ തെളിയിക്കാൻ തന്റെ പക്കൽ മതിയായ തെളിവുകളില്ലായിരുന്നെന്നും ബി ഗോപാലകൃഷ്ണൻ. സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണൂർ കോടതിയിൽ വെച്ച് തന്നെ അത് തീർന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ടീച്ചർക്ക് കുറച്ചുകൂടി അത് ആ ഒരു മാനസിക വിഷമം ടീച്ചർക്ക് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ വീണ്ടും അത് ഇവിടേക്ക് വരേണ്ടി വന്നു. ഞാൻ ക്വാഷ് ചെയ്യാൻ കേസ് കൊടുത്തു. ടീച്ചർക്ക് ഉണ്ടായിട്ടുള്ള മാനസിക വിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ്. തെളിവില്ലാതെ ആരും ആർക്കെതിരെ ആരോപണം ഉണ്ടാക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണനെതിരെ ഹൈക്കോടതി വരെ എത്തിയതെന്ന് പി കെ ശ്രീമതി. പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുൻപാകെ വെച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന് പറ്റിയിട്ടുള്ള പെശക് അത് കരുതിക്കൂട്ടിയാണോ അല്ലയോ എന്നുള്ളതല്ല, വന്നിട്ടുള്ള പെശക് അദ്ദേഹം തിരുത്തി, അദ്ദേഹം ക്ഷമ ചോദിച്ചു. അത് മീഡിയേറ്റർ എഴുതിയിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ കേസ് ഞങ്ങൾ തുടരാൻ ആഗ്രഹിക്കുന്നില്ല. 7 വർഷത്തെ നിയമ പോരാട്ടമാണ് ഹൈക്കോടതി ഇടപെടൽ അവസാനിച്ചത്. 24 കൊച്ചി.